അരവിന്ദ് എന്നിവരാണ്. ശ്രീ ജോർജ് ജോസഫ് ഹൈക്കോടതിയുടെ ഉത്തരവ് അല്പം മുമ്പാണ് വന്നത്. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്. 16-ാമത്തെ പേജ് മുതൽ വായിച്ചു നോക്കിയാൽ ഹൈക്കോടതിക്ക് ഉണ്ടായിരിക്കുന്ന സംശയം മാത്രമല്ല, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിലെ വിവരങ്ങളും ഹൈക്കോടതി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിഗമനങ്ങളെല്ലാം 100% ശരിയെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം തുടങ്ങി വെച്ചത് ഹൈക്കോടതിയാണല്ലോ. ഇവിടെ ഒരു തട്ടിപ്പ്, സ്വർണ്ണ തട്ടിപ്പ് ഉണ്ടെന്ന് കണ്ടെത്തിയത് ഹൈക്കോടതിയാണ്. അവിടെ ഒരു SP സ്പെഷ്യൽ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിട്ടും ഹൈക്കോടതി ചോദിച്ചപ്പോൾ മാത്രമാണ് തട്ടിപ്പിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാൻ പറ്റിയത്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇത് സപ്രസ് ചെയ്യുന്നത്? അത് അവിടെ പോലെ അന്വേഷണം നടക്കണം. ഇപ്പോഴത്തെ ഹൈക്കോടതി നിരീക്ഷണത്തിലെ ആദ്യത്തെ റിപ്പോർട്ടിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഇനി വരാൻ പോകുന്ന ആൾക്കാർ പ്രതികളായിട്ട് വരുന്ന ഒരു ലിസ്റ്റ് ഹൈക്കോടതി കൊടുത്തു. രണ്ടാമത്തെ റിപ്പോർട്ടിനകത്ത് 3 അറസ്റ്റ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ മുരാരി ബാബു, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ PA ആയിരുന്ന ഒരു ഓഫീസർ, അങ്ങനെ 3 പേരെ പ്രതിയാക്കി അതുമായിട്ട് SIT കണ്ടുപിടിച്ച ആ വിവരങ്ങളും ഹൈക്കോടതിയെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇപ്പം വളരെ കൃത്യമാണ്. കാരണം നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട്, ന്യൂസ് 18 പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, വിജയ് മല്യ അവിടെ 1999 അവിടെ പൂശിയത്, അദ്ദേഹത്തിന്റെ കണക്ക് 30 കിലോ എന്ന് പറയുന്നത്, 38 കിലോ എന്ന് പറയുന്നുണ്ട്, അത് 44 കിലോ എന്നൊക്കെ പറയുന്ന കണക്കുകളുണ്ട്. വ്യക്തതയില്ല. പക്ഷേ 420 പേജുള്ള ഒരു മഹ്സർ കുറെ തപ്പിയ ശേഷം SIT അവിടുത്തെ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്ന് കണ്ടെടുത്തു. അടിസ്ഥാനപരമായ ഒരു രേഖയാണത്. എത്ര കിലോ സ്വർണം ശബരിമലയില് എവിടൊക്കെ പൂശിയിട്ടുണ്ട്, എവിടൊക്കെ മറച്ചിട്ടുണ്ട്, എങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആ മഹസറിലുണ്ട്. അതുകൊണ്ട് SITക്ക് ഒരു കാര്യത്തിൽ ഉറപ്പായി, 98-99 വിജയ് മല്യ കൊടുത്ത സ്വർണം എത്രത്തോളം കൊടുത്തു, അതിലെത്ര പൂശി എന്നുള്ള കണക്ക് വന്നു കഴിഞ്ഞു. അതിനകത്ത് പൂശാതെ പോയത് മുതൽ നമുക്ക് സംശയമാണ്. അതെവിടെ പോയി? പൂശാതെ പോയ സ്വർണം അവിടെ കാണണമല്ലോ ഇപ്പോഴും. അത് ആരും എടുത്ത് കൊണ്ട് പോയതായിട്ട് ഇതുവരെയെങ്കിലും വെളി വരുന്നില്ല. അത് തന്നെയാണ് ഹൈക്കോടതിക്ക് സംശയം. 99 ശേഷം ഇതുവരെയുള്ള കാര്യങ്ങൾ, 2025 വരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം SIT. ഏതായാലും ആദ്യത്തെ ഇതുവരെയുള്ള റിപ്പോർട്ടിലെ 3 അറസ്റ്റ് നമ്മൾ കണ്ടു. ഏകദേശം അവിടെ നമുക്ക് ഒരു 70 ലക്ഷവും ഒരു 85 ലക്ഷം രൂപയുടെ ക്യാഷ് വാങ്ങിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുപോലെ തന്നെ കുറെ റിക്കവറി, 400 ഗ്രാം അവിടെ ബാംഗ്ലൂരിൽ റിക്കവറി നടത്തിയിട്ടുണ്ട്. 176 ഗ്രാം അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ ഫ്ളാറ്റിൽ നിന്ന് റിക്കവറി നടത്തിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ചെന്നൈയിലുള്ള റിക്കവറി എത്രത്തോളം വെളിയിലോട്ട് വന്നിട്ടില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കുറെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടെടുത്തിട്ടുണ്ട്. ഇവിടെ ശബരിമലയിലുള്ളവര് ഇതിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ഇതിന്റെ സ്വർണത്തിന്റെയും മറ്റേതിന്റെയൊക്കെ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്യാഷായിട്ട് മാത്രമേ പറ്റിയിട്ടുണ്ടാവുള്ളൂ. സ്വർണം വെച്ച് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം ക്യാഷിന്റെ ഫ്ലോയാണ് SIT ഇനി അന്വേഷിക്കേണ്ടത്. കാരണം ഇത്രയും നാളും 1999 മുതൽ കാലാകാലങ്ങളിൽ കടത്തിയത്, പ്രത്യേകിച്ച് 2019 കടത്തിയ ശേഷം ഇപ്പോഴേ അവിടെയാണ് ഇനി ശാസ്ത്രീയമായ അന്വേഷണം വേണ്ടി വരുന്നത്. ഇപ്പോഴവിടെ പൂശിയിരിക്കുന്ന സ്വർണം എത്രയുണ്ട് അത് കണക്കെടുത്തേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഒറിജിനലായിട്ട് ഇത് അടിച്ചതിനെ പറ്റി ഒരു കണക്കായി. ഇപ്പം പൂശിയത് ഇത്രയാണ്, ബാക്കി മുഴുവൻ വെളിയിലോട്ട് പോയത് ഏതൊക്കെ പ്രസിഡന്റുമാരും ഏതൊക്കെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലഘട്ടത്തിലാണ്. അവരൊക്കെ ചിലർ നല്ല സത്യസന്ധന്മാരാണ്, വാസുവൊക്കെ വളരെ ക്ലീൻ ആണെന്നൊക്കെ പറഞ്ഞ ഒപ്പീനിയൻ ഒക്കെ ഞാൻ കണ്ടു. അങ്ങനെ പലരും പറയുന്നുണ്ട്. അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ അങ്ങനെ ക്ലീൻ ആണെന്ന് നമുക്കിപ്പോൾ പറയാനായിട്ടില്ല. കാരണം ഇന്നും ഹൈക്കോടതി ഈ ഉത്തരവിൽ പരാമർശിച്ചിരിക്കുന്നത് കേവലം ഉദ്യോഗസ്ഥരെ മാത്രമല്ല, അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയെ പോലുമാണ്. അവർക്കതിൽ ഉത്തരവാദിത്തമുണ്ട്. ക്ഷേത്രത്തിന്റെ വസ്തുക്കൾ സൂക്ഷിക്കുവാനുള്ള അതിന്റെ പരമാധികാരം ഉള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ് എന്ന കാര്യം സംശയലേശമന്യേ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ശ്രീ ശ്രീത് പണിക്കർ, ഇതിൽ 20-ാമത്തെ പേജിൽ ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പുതിയ കാര്യമാണ്. അവിടെയാണ് അന്താരാഷ്ട്ര മാർക്കറ്റുകളിലേക്ക് ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ പോയിട്ടുണ്ടോ എന്നുള്ള സംശയം ഹൈക്കോടതി പ്രകടിപ്പിക്കുന്നത്. അതിന് കാരണം ഇതാണ്, അവിടുത്തെ കട്ടളയാകട്ടെ, പ്രധാന വാതിലാകട്ടെ, ദ്വാരപാലക സ്വർണ്ണപ്പാളികളാകട്ടെ,
ഇവയുടെ എല്ലാം റെപ്ലിക്ക ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്, എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിരുന്നു, അതിൽ കൊണ്ടുപോയവയായിരിക്കില്ല തിരിച്ചു കൊണ്ടുവന്നത്. പിന്നെ അഴിച്ചു വെച്ചിരുന്നത്, അവിടുത്തെ സ്വർണ്ണപ്പാളികൾ അഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ അനാഥമായി കണ്ടെത്തി പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ. അപ്പോൾ ഒന്നിലേറെ റെപ്ലിക്കകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ അമൂല്യമായ വസ്തു, യഥാർത്ഥ സ്വർണ്ണ ക്ലാഡിങ്ങോട് കൂടിയ ശബരിമലയിലെ അമൂല്യമായ വസ്തുക്കൾ അവ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റഴിച്ചിട്ടുണ്ടാകാം എന്നുള്ള സംശയത്തിലേക്ക് ഹൈക്കോടതി പോവുകയും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യണമെന്ന് പറയുകയാണ്. സുഭാഷ് കപൂർ എന്നുള്ള അന്താരാഷ്ട്ര കള്ളക്കടത്ത് റാക്കറ്റിലെ പ്രധാന കണ്ണിയുടെ ഓപ്പറേഷൻ ഏത് രീതിയിലായിരുന്നോ അതേ രീതിയിലാണ് ശബരിമല സന്നിധാനത്തും നടന്നിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ഹൈക്കോടതി ഈ ഉത്തരവിൽ. എന്തൊക്കെയാണ് ഇനി കേൾക്കാനും കാണാനും ബാക്കിയുള്ളത്? ശ്രീ മഞ്ജുഷ്, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഈ ഒരു കേസ് എങ്ങനെയാണ് നടത്തുന്നത് എന്നതിനെക്കുറിച്ചും ഈ ഒരു തട്ടിപ്പ് എങ്ങനെയാണ് ഇവരെല്ലാവരും തന്നെ പുൾ ഓഫ് ചെയ്തത് എന്നതിനെക്കുറിച്ചും കോടതി ഇന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി ഇതിനിവർക്കൊരു മുന്നിൽ നിൽക്കുന്നതിനുള്ള ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവർ ഐഡന്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്ത് സർവ്വസ്വാതന്ത്ര്യവും കിട്ടുന്ന രീതിയിലത്തേക്ക് അയാൾക്ക് എന്തും ചെയ്യുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ നൽകി എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും അവിടുത്തെ പല സ്വർണ്ണ ഉരുപ്പടികളും ഇദ്ദേഹം കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇതിന് വേണ്ടുന്ന സമയത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള സമയം അവിടെ ഉണ്ടായിരുന്നു എന്നതും അതാരും തന്നെ ചോദ്യം ചെയ്തിരുന്നില്ല എന്നതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് ഈ ദ്വാരപാലക പാളികളൊക്കെ തന്നെ കൊണ്ടുപോകുന്ന സമയത്തുണ്ടായിരുന്ന 39 ദിവസത്തെ കാലതാമസമായിരുന്നുവെങ്കിൽ മറ്റു പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കാലതാമസം ഉണ്ടായതായിട്ട് കോടതി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ആ വാതിലും മറ്റും കാര്യങ്ങളുമെല്ലാം സ്വർണം പൂശുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് അനാവശ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരാഴ്ചത്തെ ഡിലേയും മറ്റും അവിടെ വരുത്തിയിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതൊരു കൊള്ളയായിരുന്നുവെന്നും ആ കൊള്ളയിൽ എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നുവെന്നും അത് ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിക്ക് തന്നെ അതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായി സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി കോടതി പറയുന്നുണ്ട്. അതായത് മിനിറ്റ്സ്. ഈ മിനിറ്റ്സ് എന്ന് പറയുന്നത് ദേവസ്വത്തിന്റെ യോഗ തീരുമാനങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. ആ മിനിറ്റ്സ് വളരെ കൃത്യമായിട്ടല്ല കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നും അത് ഒരിക്കലും ഒരു ഡിസിഷന്റെ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലല്ല കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നും കോടതി പറയുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം ഇതെല്ലാം തന്നെ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി പുറത്തേക്ക് വരരുത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിരിക്കുന്നതാണ്. അതിനൊരു കൃത്യമായിട്ടുള്ള പാറ്റേൺ 2019 മുതൽ ഇങ്ങോട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 2024 തീരുമാനമെടുത്തതിന് ശേഷം 2025 എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന അറ്റകുറ്റപ്പണികൾക്ക് പോലും ഒരു തരത്തിലുള്ള ട്രാൻസ്പെറൻസി ഇല്ലാത്തത്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധൃതിയുണ്ട് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ, അവിടെയാണ് പ്രശാന്ത് വെട്ടിലാകുന്നത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കൂടി താല്പര്യത്തിലാണ് ഈ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിരുന്നത് എങ്കിൽ അത് വെറും വ്യാജമായിട്ടുള്ള കാരണങ്ങളായിരുന്നു എന്ന് കോടതി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ പറയട്ടെ ഒരു കാര്യം, പി എസ് പ്രശാന്തിന് വൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് പി എസ് പ്രശാന്ത് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് തനിക്കെതിരെ ഉള്ള ആ പരാമർശം തന്റെ നിർദ്ദേശത്തിലാണ് അല്ലേ, ആദ്യത്തെ അല്ലേ തിരുവാഭരണ കമ്മീഷണറുടെ നിർദ്ദേശം മറികടന്നുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം വീണ്ടും പോറ്റിയെ ഏൽപ്പിക്കുക